കാറിലെ സ്വിമ്മിംഗ് പൂളിൽ യാത്ര ചെയ്ത യൂട്യൂബർ സജു TS-നെതിരെ കടുത്ത നടപടിയിലേക്ക് മോട്ടോർ വാഹന വകുപ്പ് കടക്കുന്നു എന്ന വാർത്ത. എന്താ പറഞ്ഞത്? എന്തുണ്ടാക്കുന്നു? ആരടിക്കുന്നു? ഞാൻ ഇയാളെ അടിക്കുന്നു. ആരെ? ഇയാളെ. ലൈസൻസ് എന്നേക്കുമായി റദ്ദാക്കിയേക്കും. ഇന്ന് ആലപ്പുഴ RTOക്ക് മുമ്പിൽ ഹാജരാകണമെന്ന് സജു TS-നോട്. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഈ സഞ്ജു ടെക്കി എന്നറിയപ്പെടുന്ന ആലപ്പുഴ കലവൂർ സ്വദേശി സജു TS-നെ ആദ്യം ഒരു തവണ അമ്പലപ്പുഴ എൻഫോഴ്സ്മെന്റ് RTO വിളിച്ചു വരുത്തിയതാണ്. അങ്ങോട്ടല്ലടാ ഇങ്ങോട്ട്. അതിന്റെ പേരിൽ ഈ വാഹനത്തിന്റെ രജിസ്ട്രേഷൻ റദ്ദാക്കുകയും ഒപ്പം തന്നെ വാഹനം ഓടിച്ച മറ്റൊരു വ്യക്തിയുടെ ലൈസൻസ് റദ്ദാക്കുകയൊക്കെ ചെയ്ത് വിട്ടയച്ചതാണ്. പക്ഷെ ഇതിനിടയിൽ ഈ സജു TS വീണ്ടും മോട്ടോർ വാഹന വകുപ്പിനെയും ഇത് റിപ്പോർട്ട് ചെയ്ത മാധ്യമങ്ങളെയും സർക്കാർ സംവിധാനങ്ങളെയും ഒക്കെ തന്നെ പരിഹസിച്ചുകൊണ്ട് നിയമവ്യവസ്ഥകളെയൊക്കെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് വീണ്ടും ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തതാണ്. കലിപ്പ് തീരുണ്ടോ ദൈവമേ, അവന്റെ മോന്ത കണ്ടില്ലേ, ഈ എരുമയെ കൊണ്ട് ചവിട്ടിപ്പിക്കണ്ട പന്നി. പറ്റിപ്പോയടാ, വേണ്ട നീ പലതവണ പറഞ്ഞതാ, കേട്ടില്ല. ഞാൻ തന്നെ ാണ് ഹൈക്കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടതും ഹൈക്കോടതി ഈ വിഷയത്തിൽ ഇടപെട്ട് മോട്ടോർ വാഹന വകുപ്പിനോട് റിപ്പോർട്ട് ചോദിച്ചത്. സാരില്ലടാ, നീ എവിടെ പരിപാടി അവതരിപ്പിച്ചാലും ഇത് തന്നെയാണല്ലോ അതിന്റെ വിധി. മോട്ടോർ വാഹന വകുപ്പ് നേരത്തെ തന്നെ റിപ്പോർട്ട് കൈമാറിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ മോട്ടോർ വാഹന വകുപ്പും ഗൗരവമായി എടുത്താണ് ഇന്ന് കാരണം കാണിക്കൽ നോട്ടീസിന് നേരിട്ട് അമ്പലപ്പുഴ RTOക്ക് മുൻപിൽ രമണന്റെ മുൻപിൽ ഹാജരാകണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുള്ളത്. അളിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഇതൊക്കെ എന്താണ്? ഇവനല്ലേ ഇതൊന്നും കൊണ്ടത്? അത് വേണ്ട രീതിയിലുള്ള വിശദീകരണമല്ല നൽകിയിട്ടുള്ളതെങ്കിൽ ആജീവനാന്ത കാലം ഈ ലൈസൻസ് റദ്ദാക്കാനാണ് MVDയുടെ തീരുമാനം. അത് ഇക്കാര്യത്തിൽ എനിക്ക് നിന്നോട് യാതൊരു സഹതാപവും ഇല്ല. അത്രയ്ക്ക് നീ ഇവിടെ കിടന്ന് അഹങ്കരിച്ചില്ലേ? ബെസ്റ്റ് രാജയോഗം കൊണ്ട് അനുഭവിച്ചോ. റെയറായിട്ടാണ് MVD ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുക. അതായത് മനഃപൂർവ്വമായ നരഹത്യ, ആരെങ്കിലും മനഃപൂർവ്വം വണ്ടി ഇടിച്ച് കൊലപ്പെടുത്തുക തുടങ്ങിയ കേസുകളിലൊക്കെ തന്നെ സാധാരണഗതിയിൽ MVD ഇത്തരം നീക്കങ്ങളിലേക്ക് നീങ്ങുക. നിലവിൽ MVD ഹൈക്കോടതിക്ക് കൊടുത്ത റിപ്പോർട്ടിൽ മേൽ ഈ വരുന്ന 13-ാം തീയതി ഹൈക്കോടതി മറ്റ് നിയമ നടപടികൾ കൂടി സ്വീകരിക്കേണ്ട കാര്യത്തിൽ നിർദ്ദേശം നൽകും. എന്തെങ്ങനെയൊക്കെ പറയണേ? നിലവിൽ ഈ സഞ്ജു TS-ന് മറ്റ് പഴയ നിയമലംഘനങ്ങൾ കൂടി ഇയാൾ നടത്തിയിട്ടുണ്ട്. 160 കിലോമീറ്റർ സ്പീഡിൽ കാർ ഓടിച്ചു. ഒപ്പം തന്നെ പ്രായപൂർത്തിയാകാത്ത ലൈസൻസ് ഇല്ലാത്ത വ്യക്തിയെ കൊണ്ട് കാർ ഓടിച്ചു. ഇയാൾക്ക് ആഡംബര കാറുകൾ ഉള്ളതിലൊക്കെ തന്നെ രൂപമാറ്റം വരുത്തിയിട്ടുണ്ട്. അതിൽ ടാറ്റ സഫാരി, ബെൻസ് അടക്കമുള്ള വാഹനങ്ങളുണ്ട്. നിലവിൽ സ്വിമ്മിംഗ് പൂൾ തയ്യാറാക്കിയ ടാറ്റ സഫാരി വാഹനം MVD പോലീസിന് കൂടി കൈമാറിയിട്ടുണ്ട്. അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു. മലപ്പുറം കത്തി, മെഷീൻ ഗണ്ണ്, ബോംബ്, ഒലക്കര മൂട്. അതിനു മുൻപേ ആണ് ഇന്ന് അമ്പലപ്പുഴ RTOക്ക് മുൻപിൽ ഹാജരായി വിശദീകരണം നൽകേണ്ടതും. വിശദീകരണം തൃപ്തികരമല്ലെങ്കിൽ ആജീവനാന്തകാലം അയാളുടെ ലൈസൻസ് റദ്ദാക്കുകയും മറ്റ് നടപടികളിലേക്ക് കൂടി MVD നീങ്ങുക. അവരെ പല്ലെറിഞ്ഞിട്ട് കാര്യമില്ല, ആരാണേലും ചിരിച്ചു. ഈ ടെക്കി ആള് ബുദ്ധിമാനാ. ഈ 24-ലും അതുപോലെ ഏഷ്യ ന്യൂസിലും ഒക്കെ തന്നെ ഈ ടെക്കിയുടെ ഈ കുളിച്ച് കിടന്നുള്ള യാത്രയുണ്ടല്ലോ, അതിൻ്റെ വീഡിയോ ഒക്കെ കാണിച്ച് ആ വീഡിയോ എല്ലാം വെട്ടിയെടുത്ത് അദ്ദേഹം ഇപ്പോൾ നന്നായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കാര്യം അദ്ദേഹത്തിനെ എല്ലാവരും കൂടി പ്രശസ്തനാക്കി കളഞ്ഞു എന്നാണ് അദ്ദേഹം പറയുന്നത്. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. ടെക്കിയോടാ കളി. നിനക്ക് ഗുരു കൊണ്ട് പോകൂടാ. ഞാൻ പോകുന്നു. ബൈ ബൈ. അയ്യോ, വഴി മാറി.